ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു സാധനം കണ്ടു. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിന് മുന്നേ പല മഹാരഥന്മാരും വീഡിയോകളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറയാനുള്ളത്, ഈ ഒരു വിവരം സഞ്ജു സാംസൺ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പുള്ളി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പുള്ളിയൊന്നും പറയാത്ത കാര്യം വഴിയെ പോകുന്നവരും വരുന്നവരും എല്ലാം ചർച്ച ചെയ്യുന്നു. ഇപ്പം ഞാനും ചർച്ച ചെയ്യുന്നു. എന്താ അല്ലേ, സ്വന്തമായിട്ട് ട്രോളുന്നു. അപ്പം ഒരു വ്യക്തി പറയാത്ത കാര്യത്തെപ്പറ്റി മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ശരിയാണോ ഗൈസ്? സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് പോവോ? ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. സഞ്ജുവിൻ്റെ മാനേജർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അത് സഞ്ജു തന്നെ പറയണം. രാജസ്ഥാൻ സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാൻ ടീമിന് വേണ്ടി കളിക്കുന്നു, രാജസ്ഥാന് വേണ്ടി കപ്പടിക്കുന്നു ഒക്കെയാണ് പുള്ളിയുടെ സന്തോഷം. കാരണം ആ ഒരു ടീമിലാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നന്നായിട്ട് ഒരു ക്യാപ്റ്റൻസി, നല്ലൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ സഞ്ജു ഇപ്പോൾ MS ധോണിയും അതുപോലെ തന്നെ ഋതുരാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ തുടങ്ങിയ മഹാരഥന്മാർ ചെന്നൈയിൽ വാണുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് ചേക്കേറുമെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇനി MS ധോണി വിരമിക്കാൻ പോവുകയാണോ? MS ധോണി എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഉടനെ വിരമിക്കുന്നില്ല എന്നുള്ളത്. കാര്യം പറഞ്ഞാൽ ചെന്നൈ ടീമിന് വേറൊരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം MS ധോണി തന്നെയാണ് ടീമിൻ്റെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ MS ധോണി വിരമിക്കുന്നുമില്ല, അപ്പോഴത്തേക്ക് സഞ്ജു സാംസൺ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് ചെന്നൈയുടെ മാനേജ്മെൻറ്റും രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റും അതിനേക്കാൾ ഉപരി സഞ്ജു സാംസണും പറയേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരെല്ലാം ചർച്ച ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ.